ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും ഒരു കിടിലൻ ഗെയിമായിട്ട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ ചലഞ്ചാണ് ഗസ് ദ ഡ്രിങ്ക് ചലഞ്ച്. അതായത് ഞാൻ കുറച്ച് ഡ്രിങ്കുകൾ ഇവിടെ വെക്കും, നിങ്ങൾ അത് കുടിച്ചു നോക്കിയിട്ട് അത് ഏത് ഡ്രിങ്ക് ആണെന്ന് പറയാം. പറയണ്ടാതെ, എഴുതി കാണിക്കുക. ഓക്കെ, പറയാത്ത ആൾക്കാർക്ക് പണിഷ്മെന്റ് ഒക്കെ ഉണ്ട്. ഇതറിയാമല്ലോ എന്താണ് സാധനം? ഫ്രേ. ഇതൊക്കെ വെച്ച് അടിച്ചിട്ടാവും നമ്മുടെ ഗെയിം എന്നിട്ട് മുമ്പോട്ട് പോവുക. അപ്പം മനസ്സിലായല്ലോ എന്താണ്. ഇപ്പം നിങ്ങളിപ്പം ഇപ്പം എല്ലാവരും തെറ്റിക്കുകയാണെന്ന് വെച്ചോ, ബ്രാൻഡ് ആരും പറഞ്ഞില്ല, എന്നാൽ ഫ്ലേവർ എഴുതാം. ചില ഐറ്റംസിനെ ഫ്ലേവർ ഉള്ളൂ. ഇപ്പൊ പെപ്സിയുടെ ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ പറയാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് കുറച്ച് ജനസംഖ്യ കൂടുതലുണ്ട്. അളിയനുണ്ട്, ഉണ്ണിയുണ്ട്, വേണ്ട മുന്നയുണ്ട്. ഇത് ഉണ്ണിയുടെ അനിയനാട്ടോ. ഓക്കെ, എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ബൈ ദ ബൈ, ഞാനാട്ടോ ഗെയിം നടത്തുന്നത്. എനിക്ക് പണിയൊന്നുമില്ല, എനിക്കൊന്നും കിട്ടില്ല, ഞാനാണ് നടത്തുന്നത്. അതെ അതെ, എനിക്കിന്ന് ഇവർക്ക് പണി കൊടുക്കലാണ് പണി, എനിക്ക് പണിയില്ല. പിന്നെ നമ്മൾ ഉത്തരം പറഞ്ഞാൽ നമുക്ക് തരാനുള്ളത് നീ കഴിക്കണം. ഞങ്ങള് കറക്റ്റ് ഉത്തരം പറയുന്നുണ്ടെങ്കിൽ പനിഷ്മെന്റ്. ഓക്കെ, നിങ്ങൾ എല്ലാരും കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഞാൻ എടുക്കാം പണിഷ്മെന്റ്, ഞാൻ എടുത്തോളാം. പക്ഷെ എല്ലാരും പറയണം, ഒരുത്തരായിരിക്കണം എല്ലാരും പറയേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പേപ്പർ വെച്ച് തരുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ഇവിടെ ഒന്ന് കുടിച്ച് നോക്കിയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ ആലോചിച്ച് സമയം എടുത്ത് അത് ഏതാണെന്ന് എഴുതാം. ഓക്കെ ഗായ്സ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ എല്ലാവരും പോയി വരിവരിക്കുമ്പോൾ ഞാൻ സെറ്റ് ചെയ്യട്ടെ. ഓക്കെ ഗായ്സ്, അപ്പൊ ആരാ ആദ്യം വരുന്നത്? ഇതെന്തിനാ പേടിക്കുന്ന? ബോംബൊന്നും അല്ലെന്ന്. വാ, നക്കി നോക്കിങ്ങോട്ട്. ഇവർക്ക് പൊക്കമില്ല, എടുത്ത് പൊക്കണോ ഇനി? കിട്ടിയാ? ഇത് നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുന്ന ഒരു സംഭവമാ. കിട്ടിയാ? ആ ഓക്കെ, ഇനി ഓരോരുത്തരായിട്ട് വന്ന് ഉത്തരം പറ. അമ്മ അന്നോ, അതല്ല. അമ്മയുടെ മനസ്സെനിക്ക് മനസ്സിലായി, പക്ഷെ അതല്ല സംഭവം. അതല്ല, ഇത് നമ്മള് സ്ഥിരമായിട്ട് നമ്മൾ മിക്കപ്പോഴും നമ്മൾ മേടിച്ച് കലക്കിയൊക്കെ കുടിക്കുന്നതാ. അമ്മ എഴുതിയേക്കുന്നത് ഷാർജ കേട്ടോ, ഷാർജ അല്ല. കൈ നീട്ട്. എല്ലാവർക്കും ഒരുമിച്ച് അടി വേണോ അതോ ഓരോരുത്തരായിട്ട് അടി കൊടുക്കട്ടെ? ഒരുമിച്ച് മതി അടി. തെറ്റ് തെറ്റ്. ആരും എഴുതിയിട്ടില്ലേ? തെറ്റ് തെറ്റ്. എടാ സിമ്പിൾ സാധനോടാ, ഇതും തെറ്റ്. പോടാ. അച്ഛൻ മാത്രമേ ശരിയാക്കുള്ളൂ കേട്ടോ. ബൂസ്റ്റ് ആണ്, ബൂസ്റ്റിന്റെ ഡ്രിങ്ക്. ആ ഇല്ല, ഇത് അപ്പുറത്താണ് എഴുതിട്ടാ. ഇല്ല ഇല്ല, വെട്ടിട്ട് എഴുതിയില്ല, ആദ്യം എഴുതാ. ഇവിടെ അമ്മ. ആ ബാക്കി എല്ലാവരും വരൂ. അടി അടി അടി, എല്ലാവർക്കും അടിയുണ്ട്. 3 വരൂ. എല്ലാരും 3 വരൂ. വരിക്ക് നിക്ക്. ഏതായിരുന്നു ഉത്തരം? പോട്ടെ, നമ്മുടെ ബൂസ്റ്റ് കൊണ്ട് വരിക്കും തന്നു. അപ്പോ ഞാൻ മാസ്റ്റർ ആയല്ലേ സാർ. ആര്? അമ്മയ്ക്ക് അതിലല്ലേ? എവിടെ ഓടി? ഞാൻ അതില്ലേ. ഞാൻ വിചാരിച്ചത് ഈസി ആയിരിക്കും, ഇത് സിമ്പിൾ സാധനമല്ലായിരുന്നാ? പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു ഗൈസ്. ഇവരാരും പറഞ്ഞില്ല, അതും പറ്റി. അപ്പൊ ഇനി അങ്ങോട്ടുള്ളത് നിങ്ങൾ ഒന്നും പറയാൻ പോകില്ല. അപ്പൊ കുറെ അടി മേടിച്ച് കൂട്ടാം. ഓക്കെ, നെക്സ്റ്റ് റൗണ്ട്. ഇന്ന് കൊറേ അടി മേടിച്ച് കിട്ടുമല്ലേ? ആ കുട്ടി തീർന്നാ? ആ ഇല്ല, അടുത്ത അമ്മ. ഓ, ഇത് കാണാൻ ഒന്നും പറയത്തൊന്നുമില്ല. ഇപ്പൊ പറയും കരിങ്ങേലി ഉള്ളൂന്ന് പറയും കയറും. അമ്മയ്ക്ക് പൊക്കമില്ല. അതെ, അമ്മയ്ക്ക് ഒരു സ്റ്റൂൾ എടുത്തിട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ ഗൈസ്, ഓക്കെ. അടിച്ചോ. അമ്മ എഴുതിയത് കാണിക്കേ. ഒന്നും അറിയത്തില്ല അച്ഛനാ. എനിക്ക് ഞാൻ ആദ്യം ഒരെണ്ണം എഴുതി വെച്ചു, പിന്നെ വേറെ ഒരെണ്ണം എഴുതി വെച്ചു. അത് സ്കൂട്ടി അതല്ല. അടുത്തതിന് ശരിയാണോ? അടിച്ചാ ഇല്ല അങ്ങോട്ടാ. രണ്ടോരുടെ തെറ്റിച്ചത്. അടിക്കുവാ.
ഓക്കെ സ്റ്റിങ് ആണ് കേട്ടോ, സ്റ്റിങ് ആയിരുന്നു. അച്ഛനും അമ്മയും മാത്രമേ തെറ്റിച്ചുള്ളൂ കേട്ടോ. ഞാൻ മുമ്പേ എനിക്ക് ഇച്ചിരി സമയം വേണം. ഓക്കെ സമയം എടുത്ത് പിടിച്ചാൽ മതി. വല്ല ക്രൈം വല്ലതും വിളി, ഇത് പാടാ. കുടിച്ച അമ്മ കുടിച്ചിട്ടാണോ പോണാ? കുടിച്ച് എന്തിനാ കുടിച്ചത്? ഞാൻ പറയട്ടെ, പറ. നാക്കിന് എന്തേലും കുഴപ്പമുണ്ടോ? ഒന്നും കൂടെ കുടിച്ചോട്ടെ. കിട്ടിയ ഉണ്ടയാ കിട്ടിയത്. ആ പോ, അടുത്ത ആള് ബാ. ഇളനീര് തിരിച്ചിറക്കി അതിനകത്ത്, വായിൽ ഹോൾഡ് ചെയ്തിട്ട് തിരിച്ചിറക്കി. ഇവ ഊട്ടായിട്ട് നോക്കില്ലേ, അതെങ്ങനെ കാണൂടാ മണ്ണ. എന്തിരി കിട്ടിയാ? കിട്ടി. സിമ്പിൾ. ലിപ്സ്റ്റിക്കാ? അത് ഞാൻ കേട്ടില്ലല്ലോ. ലിപ്ഷനോ? ലിപ്റ്റൺ എനിക്കറിയില്ല. അച്ഛ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി, പക്ഷെ കറക്റ്റ് പേര് അതല്ല. അപ്പൊ അമ്മയുടെ മണ്ടത്തരം നമുക്ക് കേൾക്കാം. അമ്മക്ക് ചക്കയും മാങ്ങയും തിരിച്ചറിഞ്ഞൂടാ കേട്ടോ. ആപ്പിൾ ജ്യൂസ്. അളിയ ഓക്കെ. ഇവര് മൂന്നുപേര് ശരിയാക്കട്ടെ. ലിച്ചി റംബുട്ടാന്റെ വെള്ളം. നമ്മൾ ഈ ലിച്ചിയും കുച്ചിയൊന്നും കുടിച്ചിട്ടില്ല. അമ്മയൊന്ന് ലിച്ചിയും കുച്ചിയൊന്നും കുടിക്കാറൊന്നുമില്ല. കുടിച്ചില്ലെങ്കിൽ വേണ്ട പതയടിക്കും. ആ തിരുനെറ്റി ഇങ്ങോട്ട് കാണിച്ചാണ്. കുറച്ചടിക്കാം. എനിക്കതുപോലെ കൂട്ടിനാളുണ്ട്, കുഴപ്പമില്ല. ചെറിയ പണിഷ്മെന്റ് ആണ് ഇതുപോലെ. ഓക്കെ, അച്ഛൻ തലയിൽ കാണിക്കേ. എല്ലാരും കുടിച്ച് കാണാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള ഒരു സാധനമാണ്. ഗോമൂത്രം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇതേ കണ്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയതാ ഇത്. ക്ലോസറ്റ് വാട്ടർ. ക്ലോസറ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ മുന്നേ ഒരു വരി ഇടാം. വാട്ട് ഈസ് ദിസ് പാപ്സ്? എന്തിട്ട് ഒന്നും കിട്ടിയില്ല. അമ്മ പറയൂല, എനിക്കറിയാം. അമ്മ കുടിക്കണ്ട. അമ്മ പറയത്തില്ലത്. ആലോചിക്കണ്ട, നമ്മക്കൊന്നും പറഞ്ഞിട്ടില്ല. ക്ലൂ ഉണ്ടോ? ക്ലൂ ഒന്നുമില്ല. കുടിച്ചു നോക്കിട്ട് പറയാം. 50-50 വെക്കാൻ പോണേ. കോടീശ്വരനാ. പച്ചക്കുപ്പിയിലാ? ഹാർപ്പിക്ക്. എന്തിനാ ഒരാൾ ഒന്നും പറയാതെ ഒന്നും കുടിക്കുന്നത്? അപ്പൊ ഒരു കാര്യം ചെയ്, എല്ലാരും നേരത്തെ കൊണ്ടുവന്നു ഒരൊറ്റ അടിയും കടിക്കാൻ. ഞാൻ എന്തിനാ സാധനം എന്ന് അറിയണോ? ആർക്കും അറിയത്തില്ലല്ലോ. കണ്ടിട്ടുണ്ടോ? ബാ നിക്കും. എല്ലാരും നേരത്തെ നിന്നോ. പേടിയാവുന്നുണ്ടോ? പേടി. എനിക്ക് പണിയരായ ആരുമില്ല. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലേ. ഇനി ഓരോരുത്തരായിട്ട് കടന്നു പെട്ടെന്നോട്ടെ, സമയമില്ല. നല്ല സുഖം കുടിയേ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം എഴുതാം. ഇപ്രാവശ്യം വളരെ വ്യത്യസ്തമായ സാധനമാണ് സുഹൃത്തുക്കളെ. പാവക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്രാവശ്യം. തെറ്റുന്നവർക്ക് ബ്രാൻഡ് എഴുതാൻ പറ്റൂലെങ്കിൽ ഫ്ലേവർ എഴുതാം. ഏതെങ്കിലും ഒന്ന് ശരിയാക്ക്. പക്ഷെ ബ്രാൻഡ് പറയുന്ന ആളായിരിക്കും ജയിക്കുന്നത്. വാടേ എല്ലാരും വന്ന് പാവയ്ക്ക് ഇത് ഈ പുല്ലുകൾക്കൊന്നും അറിയത്തില്ല. ഇതല്ല. ഓക്കെ അല്ല, ഉണ്ണി മാത്രം ശരിയാക്കിയത്. വാനിലെന്ന് ഉണ്ണി എഴുതി. ഇത് ആരും മുട്ടയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന അമ്മയാണല്ലേ ഇത്? കെവിൻസിന്റെ വാനില എടുത്തത്. ബ്രാൻഡ് ആരും പറഞ്ഞില്ല, പക്ഷെ ഉണ്ണി മാത്രമേ ഫ്ലേവർ എങ്കിലും പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഉണ്ണി ജയിച്ചു. ബാക്കിയുള്ളവരെല്ലാരും പാവയ്ക്കുന്നോളി. തിന്നോ. എല്ലാരും എടുത്തോളൂ, ഓരോ പീസ് വെച്ചെടുത്തോ. ചമച്ചോ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? മുട്ടകൾ പൊട്ടിച്ചിട്ട് അമ്മ മുട്ട പുളിസൊക്കെ ഉണ്ടാക്കും. തിന്നടാ. വായിക്ക
ഉണ്ണിക്ക് കിട്ടിയ ചാരിതാട്ടോ. ഓക്കെ ഗൈസ്, അടുത്ത റൗണ്ടിലോട്ട് പോവാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അമ്മ എന്തിനീ ഗെയിമിന് വന്നു? ഒറ്റ ബ്രാൻഡിനെ പറ്റിയിട്ട് അറിയത്തില്ല, പിന്നെ എന്ത് ഉദ്ദേശത്തിലാണ് അമ്മ വന്നത്? ഇതുപോലെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇനി ഞാൻ ഒരു ഗെയിമിലും ഇല്ല. പിന്നെ ആര് ഈ അടിയെല്ലാം പേടിച്ചിട്ട് ആര് പാവയ്ക്ക് എനിക്ക് പറഞ്ഞ അമ്മ പുറത്തു പോകുമ്പോ ഈ ഇങ്ങനത്തെ വെള്ളമൊന്നും പിടിച്ച് കുടിക്കാറില്ല? എവിടെ കരിങ്ങാലുള്ള നമ്മളിപ്പോ സോഡ മറ്റേ കോലി സോഡ അത് നീ മേടിച്ചിട്ടുണ്ടാ? കോലി സോഡ മേടിച്ചില്ല. അത് ഇനിയിപ്പോ എന്തിനാ കുടിക്കുന്ന അറിയത്തില്ലല്ലോ, പോയില്ലേ? അടുത്ത ആള് വാ. അറിയത്തില്ലെങ്കിലും കുടിക്കുക. എല്ലാം കിട്ടി, എല്ലാം കിട്ടി. പറ എന്നാ പറഞ്ഞ, എല്ലാരും കേൾക്കാൻ പറഞ്ഞോ. പറയട്ടെ, ധൈര്യമായിട്ട് പറഞ്ഞോ. 100% ഉറപ്പ് പറയരുത്. പറ. പിന്നെ മറ്റേ ഇല്ല സാധനേ ഏതാ? വേറെ കറുത്ത സാധനത്തിന് ഓരോരുത്തരായിരുന്നു. കാട്ടം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് കുടിച്ചു നോക്കാം കേട്ടോ. ഡൗട്ട് എന്ന് പറഞ്ഞപ്പോഴേ അമ്മ കുടി. ഞാൻ പെപ്സി തെറ്റാ. അടുത്തത് പെപ്സി ഷുഗർ ഫ്രീ ഉണ്ട്. ഷുഗർ ഫ്രീ. മാറിയില്ലേ? അടുത്തത് അളിയൻ. തംസ് അപ്പ്. എല്ലാം തെറ്റ്. മൗണ്ടൻ ഡ്യൂ. നേരത്തെ കയ്പുള്ളതാ തിന്നെ. നേരത്തെ കയ്പുള്ളതാ. എരിയുള്ളത് വേണോ? ഓക്കെ. അല്ല കുഴപ്പമില്ല. അങ്ങനെ ഇഷ്ടമുള്ള രീതി കടിക്കാട്ടോ. ഓരോ കടി വെച്ച് അടിച്ചാൽ മതി. എടുക്ക സമയമില്ല, പെട്ടെന്നാവട്ടെ. ഓക്കെ. അച്ചുകൂടി. എല്ലാരും മെഴുകിന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് കണ്ടിട്ട് കഷ്ടം വരുന്നു. എല്ലാരും തുപ്പിക്കോ. മതി ഗൈസ്. പോട്ട് തുപ്പിക്കോ. ഈ റൗണ്ടിൽ പറയത്തൊരു ഗ്രന്ഥി ഇല്ലാത്ത ആൾക്കാരാട്ടോ. കുടിച്ചു നോക്കിയോ. എല്ലാരും ഒന്ന് കുടിച്ചു നോക്കിയോ. ബ്രാൻഡ് പറയണ്ട, ഇത് എന്ത് ജ്യൂസാന്ന് പറഞ്ഞാൽ മതി. ഇത് സിമ്പിൾ സാധനം. അമ്മ എപ്പോഴും കുടിക്കുന്ന അമ്മ, നമ്മളിത് എപ്പോഴും കുടിക്കുന്നതാ. കിട്ടി പറയട്ടെ. പറ. ഓക്കെ. വാ കുടി. അയ്യോ, നിങ്ങളെല്ലാരും ഉത്തരം പറഞ്ഞാൽ ഞാൻ പെടൂലേ? നീ എന്തിനാ എഴുതിയത്? ഓക്കെ അമ്മ. ഓക്കെ അച്ഛൻ മുന്തിരി ഗ്രേപ്പ് ജ്യൂസ്. നീ എഴുതിയത്? ഓക്കെ. എല്ലാരും കറക്റ്റ് ആയിട്ടാണ് എഴുതിയേക്കുന്നത്. മുന്തിരി ഗ്രേപ്പ് ജ്യൂസ് ആണ് എഴുതിയത്. കഴിച്ചോ എല്ലാവരും കഴിച്ചോ. അങ്ങനെ ആദ്യമായിട്ട് എല്ലാരും എല്ലാം ശരിയാക്കിട്ടോ. എപ്പോഴും പോയി കുടിക്കാറുള്ളതാണ്. ശരിക്കും എല്ലാരും ശരിയാക്കി. അതെ, ഇതെന്തിനാ എല്ലാ പണിഷ്മെന്റും കൂടെ ഒരുമിച്ചാണോ? ഒരെണ്ണം ചെയ്യാൻ പറ്റും. ഞാൻ ഓരോന്നല്ലേ അടിച്ചേ. ഇത് രണ്ടാമത്തത്. പറ്റില്ല. മുളക് തിന്നാൻ പറ്റുന്നില്ല. ഇതെന്താ എല്ലാം കൂടെ ഒരുമിച്ച്? ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നിട്ട് ഇത് സത്യത്തിൽ ഇത് ഇല്ലീഗലാ. ഇല്ല, ഒരാൾക്ക് ഒരെണ്ണം കൊടുക്കാലോ. അയ്യോ, ഒരു ടേസ്റ്റും ഇല്ലേ? പണി വരുന്നുണ്ടവറാച്ച. തിരിഞ്ഞു നോക്കെല്ലാരും. ഓരോരുത്തരായിട്ട് ഒന്ന് കുടിച്ചു നോക്ക്. ഇത് വളരെ വ്യത്യസ്തമായ ഒരു സാധനമായിരിക്കും. ഇതെല്ലാം കുടിച്ചതിന്റെ ബാക്കി വരുമ്പോ എല്ലാം കൂടെ കോരി ഒഴിച്ചാൽ എന്തോ. ഓരോരുത്തരായിട്ട് ഒരു ആദ്യം കുടിച്ചതിന്റെ കിട്ടിയോ?
എല്ലാരും കുടിച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയാം. കാര്യം പറഞ്ഞ് മൂത്രം കൂടെ ഒഴിച്ചാൽ മതി. ഇല്ല ഇല്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ഡ്രിങ്ക് ആണിത്. മനസ്സിലായില്ല. ഇല്ല, എനിക്ക് കുടിച്ചതിന്റെ പേരെല്ലാം അറിയത്തില്ലല്ലേ. നേരത്തെ ഞാൻ ഇത് പറഞ്ഞില്ലേ ഓരോന്നിന്റെ പേര്. അതൊക്കെ എന്റെ ഓർമ്മയ്ക്കോ? എന്തിനാ വന്ന ഈ ഗെയിം കളിക്കാൻ? പെപ്സി മൗണ്ടൻ ഡ്യൂ ലിച്ചി. തെറ്റ് സെയിം. തെറ്റ്. എന്ത് കോപ്പി അടിച്ചാണ് അവന്റെ? ഞാൻ കോപ്പി അടിച്ചത് നിന്റെ. നിങ്ങൾ ആരോ കോപ്പി അടിച്ചത്? ഞാൻ ഇമ്മൊരു പടിയോ? നീയാണോ അവന്റെ നോക്കി ചെയ്തത്? അവനാണോ? എന്നാലും ഇത് നോക്കി എഴുതി അവനെ സമ്മതിക്കണത്. എന്തിനാ ഇത് നോക്കി എഴുതി അവനെ സമ്മതിക്കണ്ട. ഞാൻ ഇവന്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ ആലോചിക്കുന്നത് എന്തിനാ ഇത്? റിച്ചിയോ? ആ തെറ്റാണ്. എടുത്തത് സ്റ്റിങ്, പെപ്സി, മൗണ്ടൻ ഡ്യൂ. അളിയ പറഞ്ഞ കറക്റ്റായിരുന്നു. ഓക്കെ, പ്രാവശ്യം നമ്മൾ മോന്തയിലോട്ട് അടിക്കണം. കണ്ടടച്ചോ? അടുത്ത ആള് വരൂ. ഓക്കെ, അമ്മക്ക് മീശ മതി. മീശല്ലേ വേണ്ടതായിട്ടുണ്ട്. അച്ഛന് വെറൈറ്റി സാധനം സെറ്റ് തരാം. പിരികം, മീശ, തെറ്റ്. അടുത്തവരും കടന്നു വരും. നീ വാവറോ അണ്ണാക്കി അടിക്കാം. അണ്ണാന്റെ വര അടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇത് ഡോണ്ട് വിളയാടല്ലോ. ഓക്കെ, ഹേ ഗായ്സ്, അപ്പൊ നമ്മുടെ ഗെയിം ഒക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം? എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കും ഭയങ്കര രസമായിട്ട് തോന്നി. നല്ല തോന്നിയില്ല. അമ്മയ്ക്ക് അത്ര രസം കിട്ടിയത് ഒരു പോയിന്റ് കിട്ടുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ.